കേരളത്തിനെതിരെ യു.ഡി.എഫും കോൺഗ്രസും നടത്തുന്ന നുണപ്രചാരണങ്ങൾ ശശി തരൂരിന്റെ ലേഖനത്തിലൂടെ പൊളിഞ്ഞുപോയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നാടിന്റെ മുന്നേറ്റം അംഗീകരിക്കാൻ കോൺഗ്രസും യു.ഡി.എഫും തയ്യാറാകുന്നില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളം നിക്ഷേപ സൗഹൃദമല്ലെന്ന നിലപാട് സ്വീകരിക്കാൻ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന് കഴിയുന്നത് എങ്ങനെയാണ്? നാടിന്റെ മേന്മ അംഗീകരിക്കാതെ നാടിനോട് ശത്രുതാ സമീപനമാണ് പ്രതിപക്ഷം സ്വീകരിക്കുന്നത്. എല്ലാ സംസ്ഥാനങ്ങളെയും വിലയിരുത്തിയപ്പോൾ നിക്ഷേപ സൗഹൃദ കാര്യത്തിൽ കേരളമാണ് നമ്പർ 1 എന്ന് തീരുമാനിക്കുന്ന നിലയുണ്ടായി. അതാണ് ഈ നിക്ഷേപ സൗഹൃദത്തിൽ 1ാം സ്ഥാനം കിട്ടാൻ ഇടയാക്കിയത്. എന്താ അതിനെ തള്ളിപ്പറയാൻ പ്രതിപക്ഷ നേതാവ് തയ്യാറായത്? നാടിന്റെ മേന്മ എന്തുകൊണ്ട് അംഗീകരിക്കാൻ കഴിയുന്നില്ല? നാടിന്റെ ശത്രുക്കളായി മാറുന്നു. LDFന്റെ ശത്രുക്കളായിക്കോ, അത് വേറെ. നാടിനും നാട്ടുകാർക്കും എതിരായിട്ട് വേണോ? ഒന്നിൽ നിന്നും പാഠം പഠിക്കാൻ കോൺഗ്രസ് തയ്യാറാകുന്നില്ലെന്നും രാജ്യത്ത് BJPയുടെ ഐശ്വര്യമായി കോൺഗ്രസ് മാറിയെന്നും പിണറായി വിജയൻ പറഞ്ഞു. കോൺഗ്രസ് BJPയുടെ ഐശ്വര്യമായി മാറുന്ന നില നമ്മുടെ രാജ്യത്ത് സ്വീകരിക്കുന്നു. ഫലത്തിൽ BJPക്ക് സഹായകമാകുന്ന നിലപാടുകളിലേക്ക് കോൺഗ്രസ് എത്തിച്ചേരും. അവരുടെ അങ്ങേയറ്റം സങ്കുചിതമായ നിലപാട് നമ്മുടെ രാജ്യത്തിന്റെ സ്ഥിതിഗതികളാകെ പരിശോധിച്ച് വിശാലമായ ഒരു സമീപനം സ്വീകരിക്കുന്നതിന് പകരം അങ്ങേയറ്റം സങ്കുചിതമായ നിലപാട്, ഇതിന്റെ ഭാഗമായി BJPക്ക് കൂടുതൽ അവസരങ്ങൾ കൈവരുന്നു. പയ്യന്നൂർ പുത്തൂരിൽ പേരളം നോർത്ത് ലോക്കൽ കമ്മിറ്റിക്കായി നിർമ്മിച്ച പുന്നക്കോടൻ കുഞ്ഞമ്പൂ സ്മാരക മന്ദിരം പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു. AKG ഹാൾ ഉദ്ഘാടനം CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജനും ഫോട്ടോ അനാച്ഛാദനം പയ്യന്നൂർ ഏരിയ സെക്രട്ടറി P സന്തോഷും നിർവഹിച്ചു. കൈരളി ന്യൂസ്, കണ്ണൂർ.